പുഷ്പ 2 ദ റൂൾ ട്രെയിലർ കണ്ടു വന്നേക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നേക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. നമ്മളിന്ന് ഡിക്കോഡ് ചെയ്യാൻ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് പുഷ്പ 2ന്റെ ട്രെയിലറാണ്. പൊതുവേ ഞാൻ പുഷ്പയുടെ വലിയൊരു ഫാൻ അല്ലാന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പുഷ്പ സിനിമയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ബിഗ് ഫാൻ ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം കേരളത്തിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിക്കുള്ളൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു കളക്ഷൻ നേടാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിലും സിനിമ ഭയങ്കര മോശമായിരുന്നു എന്നല്ല പറയണം, നല്ല രീതിക്കുള്ളൊരു റെസ്പോൺസ് തന്നെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പയർ വിത്ത് നോർത്ത് സൈഡിലുള്ള ആൾക്കാരൊരു റിസപ്ഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ സിനിമയ്ക്ക് വലിയ രീതിക്കുള്ളൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങ് നോർത്തിൽ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു അടിപൊളി കളക്ഷനായിരുന്നു പുഷ്പ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന് നോർത്ത് ഭാഗത്ത് കിട്ടിയായിരുന്നത്. പൊതുവേ സ്റ്റൈലിഷ് ആയിട്ട് കണ്ടേക്കുന്ന അല്ലു അർജുനെ ഒരു അണ്ടർഡോഗായിട്ടും അതും ഒരു സാധാരണ വളരെ ലോ ലെവലായിട്ട് ഒരു ക്യാരക്ടറായിട്ട് കാണുന്ന സമയത്ത് അതിനെ രണ്ട് രീതിക്ക് കാണുന്ന ആൾക്കാരുണ്ട്. ഒന്ന് അല്ലു അർജുൻ്റെ സ്റ്റൈലിഷ് സാധനം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു സൈഡിൽ ഇമോഷണലി ഈ ക്യാരക്ടറിനെ കണക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കാരണം ഒന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്ന് രക്തചന്ദനം എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറുക എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും ഒരു KGF പോലത്തെ ഒരു കോൺസെപ്റ്റൊക്കെയാണ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചേക്കുന്നത് അല്ലേ. എനിവേസ് പുഷ്പയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. ഡിസംബർ 5-ാം തീയതിയുടെ സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഡീകോഡ് ചെയ്യാം. പുഷ്പ 2ന്റെ ട്രെയിലറിൻ്റെ ആദ്യം തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ആനേനെയാണ് കാണിക്കുന്നത് അല്ലേ. കാടിനകത്തുള്ള ആനേനെയാണ് കാണിക്കുന്നത്. തടികൾ കൊണ്ടുപോകാനായിട്ടുള്ള ആനകളായിരിക്കാം എന്നൊക്കെ വിചാരിക്കാം. എനിവേസ് നൈറ്റ് ഷോട്ടുകളാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ കുറേയധികം ലോറികൾ, ഇത് പുഷ്പയുടെ തന്നെ ലോറികളാണെന്നുള്ളൊരു കാര്യം ഒരു പരിധി വരെ ഉറപ്പാണെന്നുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. പുഷ്പയുടെ രക്തചന്ദനവുമായിട്ട് വരുന്ന ലോറികളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ലോറി എന്ന് പറയുന്ന സമയത്ത് വെള്ളത്തിൻ്റെ നടുക്കിലൂടെയായിട്ട് വരുന്നത്. ഇവിടെ ചിറ്റൂർ ഫോറസ്റ്റിലൂടെയാണ് ഈ ഒരു ലോറി വരുന്നതും അതിൻ്റെ ഒരു മാപ്പൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിറ്റൂർ ഫോറസ്റ്റിലാണ് ഈ ഒരു രക്തചന്ദനം ഉള്ളത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേസ് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് പുഷ്പയുടെ എതിരാളിയിട്ട് വരാൻ പോകുന്നതിന് പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ ആസ്ഥാന വില്ലനായിട്ടുള്ള ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ് ആരാണ് ഈ പുഷ്പ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പുഷ്പയുടെ സാമ്രാജ്യത്തിൽ അയാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈസയൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് പറയണേ. ഇതിൻ്റെ പോസ്റ്റർ കാണുന്ന സമയത്ത് തന്നെ വൻ സീനായിരുന്നു. പുഷ്പയുടെ പോസ്റ്ററിനകത്ത് തന്നെ പുഷ്പ ഇരിക്കുന്ന പണത്തിൻ്റെ മുകളിലാണ്. അതായത് അത്രമാത്രം കാശുള്ള ഒരാളാണെന്നുള്ള രീതിക്കാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എനിവേസ് ഈ ആൾക്കാരൊക്കെ ഇവിടെ പണം അടുക്കി വയ്ക്കുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത്രയധികം കാശുള്ളൊരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. പുഷ്പ 1 എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് നമ്മൾ സാധാരണ കണ്ടുപോയിരുന്നത് ഒരു സാധാരണക്കാരനായുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം, അയാൾ എങ്ങനെയാണ് പുഷ്പ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ആയിട്ട് മാറിയത്, അതായത് ഈ പറയുന്ന പോലെ പുഷ്പ എന്ന് പറയുന്ന ഒരു ഫയർ ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യം ആ സിനിമയുടെ തുടക്ക ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയാളൊരു ജേണിയാണ് ആ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. എനിവേ സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ലാതെ വന്ന പുഷ്പ ഇപ്പോൾ വരുന്നത് സ്വന്തം ഹെലികോപ്റ്ററിലാണ്. അതാണ് ഈ പുഷ്പ 2ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പുഷ്പയുടെ കയ്യിൽ ഗണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ഹെലികോപ്റ്റർ കാണാൻ പറ്റുന്നുണ്ട്. സോ പുഷ്പ അത്രയും മാത്രം വളർന്നു കഴിഞ്ഞിരിക്കുന്നു, കാൽക്കുലേഷൻ അപ്പുറത്തോട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ഷോട്ടൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അത്രയും ബ്ലഡി റിച്ച് ആയിട്ടുള്ള ഒരു പുഷ്പനെയാണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. പുഷ്പ സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഇൻ്റർനാഷണൽ കളികളിലോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീപോർട്ടും മറ്റൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ പുറത്തു നിന്നുള്ള, അതായത് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള പലതരത്തിലുള്ള ബിസിനസ്സുകാരും അവരുടെ ഒരു ടീമും ഇവിടെ ലൈനപ്പ് ആവുന്നതായിരുന്നു കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് പുഷ്പയുടെ എതിരാളികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫഹദ് ഫാസിൽ മാത്രമല്ല. പുഷ്പ 1-നകത്ത് ഫഹദ് ഫാസിലാണ് പ്രധാനപ്പെട്ട ഒരു എതിരാളി എങ്കിൽ പുഷ്പ 2-നകത്ത് വരുന്ന സമയത്ത് ഫഹദ് ഫാസിലൊരു എതിരാളിയാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന മറ്റ് കഥാപാത്രങ്ങളും, അതായത് പുഷ്പയുടെ ഈ രക്തചന്ദനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ഒരു എനിമീസിനെ പോലും നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേസ് ഇതാണ് പുഷ്പയുടെ ഒരു ഇൻട്രോ സീക്വൻസ് ആവാനായിട്ടുള്ള ചാൻസ്. അറിയാലോ, ഒരു ബ്രാൻഡാണ് പുഷ്പ എന്ന് പറയുന്നത്. റോക്കി ബായുടെ ഒരു കാര്യം പറഞ്ഞോളം തന്നെ ഒരു ബ്രാൻഡാണെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ ഹിന്ദിക്കാരൊക്കെ പുഷ്പേനെ അനുകരിച്ച് കുറേ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഇട്ടുപോയിക്കുന്നൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് തന്നെയാണ്. ഭയങ്കര ട്രെൻഡായിട്ട് വരയ്ക്കുന്നതാണ് പുഷ്പയുടെ ഈ ഒരു സാധനമൊക്കെ. പുഷ്പയുടെ മുൻപത്തേക്ക് അപ്ഡേറ്റ് വന്നേക്കുന്ന സമയത്ത് പുഷ്പ അങ്ങനെ സാരി ഉടുത്തേക്കുന്ന ഈ ഒരു ഷോട്ടൊക്കെ കാണുന്ന സമയത്ത് ആദ്യം ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കഥാപാത്രം മരിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതായത് മരണപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പുഷ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കാം മാരാന്നുള്ളൊരു സസ്പെൻസ് കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അവർ മരിക്കുന്ന സമയത്തായിരിക്കും അവരെ ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിക്ക് അവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പക വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ട്, സാരി ധരിച്ചുകൊണ്ട് പുഷ്പ റിവെഞ്ച് ചെയ്യുന്നുണ്ടാവുന്നുള്ളൊരു കാര്യം കൂടിയുള്ള ചാൻസ് ഉണ്ട്. ആ ചരിവിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ചരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. പുഷ്പയുടെ പവർ കൂടുന്നതിനനുസരിച്ച് ആ ചരിവും കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. എനിവേസ് പുഷ്പ 2ന്റെ ഒരു കഥയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്കെയില് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ഓവർ ആയി മാറുമോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. കാരണം ഒരു സാധാരണക്കാരനുള്ള ഒരു മനുഷ്യൻ, ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യം ഉണ്ടാവും, റോക്കി ബായ്ക്ക് ഇൻ്റർനാഷണൽ കളിക്കാന്നുണ്ടെങ്കിൽ എന്ത് ഞങ്ങളുടെ പുഷ്പയ്ക്ക് കളിച്ചൂടെ എന്നുള്ളത് ചോദിക്കും.
റോക്കി ബായും ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായാലും ഡിഫറെൻ്റ് ആണ്. കാരണം റോക്കി ബായ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റോറി വേറൊരു ടൈപ്പിലാണ്. പക്ഷേ ഇതൊരു വളരെ ലോക്കലായിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു കഥ. അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും പുഷ്പ എത്രത്തോളം വളർന്നു എന്നൊരു കാര്യം കാണണമെന്നുണ്ടെങ്കിൽ, പുഷ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വളർച്ച കാണണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ടിനകത്ത് ഈ ഒരു കാറിന്റെ ഫ്രണ്ടിലുള്ള ഒരു സിമ്പിൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ശരിക്കും ഇത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നത് 2 ആക്സ് ആണ്, 2 കോടാലിയാണ്. ഒരുപാട് ഗൺസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുഷ്പേനെ നമുക്ക് മറ്റ് പല ഫ്രെയിമുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പുഷ്പ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന പുഷ്പയാക്കി മാറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ആക്സ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് മരം വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ആക്സ് ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിൽ ആണ് ഇവിടെ 2 ആക്സിൻ്റെ സിമ്പിൾ കാണാനായിട്ട് വരുന്നത്. ആൻഡ് ഇതിന് മറ്റൊരു സൂചന കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഒരു കൂട്ടം വലിയൊരു ആൾക്കാരെ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് കാണിക്കാനായിട്ട് അതിനെ സിംബലൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കാം ഈ നേതാക്കന്മാരൊക്കെ കാറിൻ്റെ ഫ്രണ്ടിൽ കൊടിയും മറ്റൊക്കെ വെക്കുന്ന പോലെ ഇപ്പോൾ പുഷ്പ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ള 2 ആക്സുകൾ വെച്ചിട്ടുണ്ടാവാം. സോ ഒരു ഇൻ്റർനാഷണൽ കളികളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി പടമായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ സിനിമയിൽ കാണുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിന്നുള്ള ഓരോ സീക്വൻസിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ രക്തചന്ദനങ്ങളാണ്, അതായത് വിൽക്കാനായിട്ട് നിൽക്കുന്ന പുറത്തോട്ടേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ രക്തചന്ദനത്തിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ കാണാൻ വരുന്നത്. എൻ്റെ മുകളിലാണ് ഇയാൾ ഈ കയറി നിൽക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വെറുപ്പിക്കലായിട്ടുള്ള രാഷ്മിക മണ്ടാന ഇതിനകത്തുണ്ട്. ഈ സിനിമയിൽ വരുന്ന ശ്രീവലിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് എന്തായാലും കുറച്ചും കൂടി മെച്ചപ്പെടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുഷ്പ മണിയിൽ ഭയങ്കര വെറുപ്പിക്കലായിരുന്നെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബോറടിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് പാർട്ടിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫാമിലി ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമായിട്ട് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് പ്രസന്റബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട വില്ലനായിട്ടുള്ള ഫാഫ ഈ സിനിമയിൽ തിരിച്ചു വരാണ്. ഫാഫയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഫാഫ ദി പോലീസ് ഓഫീസറായിട്ട് ആ ഒരു റേഞ്ചർ കൂടിയിട്ട് സിനിമയുടെ അവസാന ഭാഗത്ത് കണ്ടേക്കുന്നവർക്ക് മനസ്സിലാവും. 1-ാം ഭാഗത്തിൻ്റെ അവസാനം ഫാഫേനെ ശരിക്കും തിരിച്ചടിക്കാനായിട്ടുള്ള ഫുൾ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ നിൽക്കുന്നത്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് 2-ാം ഭാഗത്തിൽ പുഷ്പയും ഫാഫയും തമ്മിലുള്ള ആ ഒരു വില്ലൻ വേഴ്സസ് വില്ലൻ കോംബോ ശരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാഫ എന്തായാലും 1-ാം ഭാഗത്തിലൊരു ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2-ാം ഭാഗത്തിലോട്ട് എത്തുന്ന സമയത്ത് ഒരു ഫയർ തന്നെയായിരിക്കും ഫാഫ എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ തന്നെ പറ്റും. പക്ഷേ കൈവിട്ട് പോകുക എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല കണ്ടറിയാം. പുഷ്പയ്ക്ക് 2 പ്രധാനപ്പെട്ട വില്ലന്മാരാണ് ഈ സിനിമയിലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന് ഇന്റർനാഷണലായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഗാങ്സ്റ്റേഴ്സും അവരുടെ അടിയിൽ വരുന്ന കുറേയധികം ഗുൺസ് അല്ലെങ്കിൽ ഗുണ്ടകൾ പോലെയുള്ള കുറേ ആൾക്കാർ. അതിനൊപ്പം തന്നെ മറ്റൊരു സൈഡിൽ നിയമം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ, ഫാഫയുടെ ആ ഒരു പോലീസ് കഥാപാത്രം ആൻഡ് ഗവൺമെന്റ് ഓഫ് കോഴ്സ്. ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലാസ്റ്റ് വന്നേക്കുന്ന ഷോട്ട് അതൊരു 1.5 ഷോട്ടായിരുന്നു. കാരണം പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയർ അടാ എന്ന് പറഞ്ഞേക്കുന്ന സ്ഥാനത്ത് നിന്ന് ഫയർ അല്ല വൈൽഡ് ഫയർ ആണെന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഒരു 1-ാം ഭാഗം ഫയർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു വൈൽഡ് ഫയർ ആണെന്നുള്ള രീതിക്കുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് പുഷ്പ എന്ന് പറയുന്നത് നാഷണൽ അല്ലാടാ ഇന്റർനാഷണൽ ആണെന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ഇനി കളിക്കാൻ പോകുന്ന കളികൾ എന്ന് പറയുന്നത് വേറെ ലെവലാണെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ കൈവിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഗൂസ് ബംസ് സാധാരണ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ട്രെയിലറിനകത്ത് കാണുന്ന സാധനം ചിലപ്പോൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് പല സിനിമകളും കിട്ടാറില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ കമ്പോസറായിട്ട് വരുന്നത് ദേവിശ്രീ പ്രസാദാണ്, DSP ആണ്. ഞാൻ പറയണ്ട, ഇപ്പോൾ അടുത്തിറങ്ങിയിരിക്കുന്ന ഗംഗുവയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. സോ മ്യൂസിക്കൊക്കെ കുറച്ചും കൂടി എനിക്കറിയില്ല എന്താവും എന്നുള്ളൊരു കാര്യം അറിയില്ല. നന്നായി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. സോ പുഷ്പ 2 അങ്ങനെ റിലീസ് ആവാനായിട്ട് പോകണം. ഡിസംബർ 5-ാം തീയതിയാണ് സിനിമ റിലീസ് ആവാനായിട്ട് പോകുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ്വീൻ ആൾസ് ബൈ.